ഹലോ ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് വെൽക്കം ബാക്ക്. നിങ്ങൾ ടൈറ്റിൽ വായിച്ച പോലെ തന്നെ നമ്മളെല്ലാവരും ചെറുതായിട്ട് സർപ്രൈസ് ചെയ്യാൻ പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം സ്നോ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഓക്കെ ഗായ്സ്, സ്നോ ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, എല്ലാം അവിടെ ഇച്ചിരി വൃത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം പ്ലാൻ നമ്മുടെ ഇന്ന് എന്നാന്ന് വെച്ചാൽ എല്ലാവരും ഓർത്തിരിക്കുന്നത് ഞാനും മമ്മിയും മാത്രം ഇന്ന് ഹ്യൂസ്റ്റണിൽ ഫ്ലൈ ചെയ്യുന്ന ഓർത്താണ് എല്ലാവരും ഇരിക്കുന്നത്. പപ്പായ്ക്ക് അറിയത്തില്ല, ചേച്ചിയും ചേട്ടായും പിള്ളേർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അപ്പം അബിന് ഒരു മണിക്കൂർ കഴിയുമ്പം ലാൻഡ് ചെയ്യും. അപ്പം ഞാൻ പോയി പിക്ക് ചെയ്തിട്ട് ഇവിടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ മമ്മിയായിരിക്കും ആദ്യം സർപ്രൈസ് തന്നത്. സോ ഇത് എത്രത്തോളം ചീറ്റി പോകുന്നൊന്നും എനിക്കറിയത്തില്ല. മാക്സിമം എനിക്ക് എല്ലാവരുടെ റിയാക്ഷൻ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് നമുക്ക് നോക്കാം, വീട്ടിൽ കിട്ടുമോ നോക്കാം. അപ്പോൾ ഹ്യൂസ്റ്റണിൽ ചേട്ടനും ചേച്ചിയും പിള്ളേർക്കും ദേ ഹാവ് നോ ക്ലൂ. കാരണം 2 ദിവസം മുന്നേ ആയിരുന്നു ഞാൻ കാനഡയിൽ നിന്ന് വന്നത്. അപ്പോൾ നോബഡി ഈസ് എക്സ്പെക്ടിങ് അബിൻ ടു ഫ്ലൈ അഗൈൻ ടു ഷിക്കാഗോ. ഹായ് അബിൻ. അങ്ങനെ എല്ലാരെയും സർപ്രൈസ് ചെയ്യാൻ ഇതാ അബിൻ ഷിക്കാഗോയിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ എല്ലാരും സർപ്രൈസ് ചെയ്യാൻ ഇതാ അബിൻ ഷിക്കാഗോയിൽ എത്തിയിരിക്കുന്നു. ആരും അറിയത്തില്ല. ഓക്കെ ഗൈസ്, ഞങ്ങൾ വീട്ടിൽ പോട്ടെ. അങ്ങനെ ഞാൻ മിഡ് ബേ വഴി ഡി റോഡിൽ ലാൻഡ് ചെയ്തേക്കുന്നു. അപ്പൊ ഗൈസ്, മിനിമമ്മിനെ സർപ്രൈസ് ചെയ്യാനാണ് ആദ്യത്തെ ടാസ്ക്. നമ്മളിപ്പോ വീടെത്തും. ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാ ചെയ്യണ്ടേന്ന്. അപ്പൊ ഞാനിപ്പോ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാ. ബാക്കി റിയാക്ഷൻ ഇത് കഴിഞ്ഞ് ഞാനിടാം. കൂടെ ഒന്ന് വിളിച്ചേ. ലേശം കഞ്ഞിയുണ്ട് എടുക്കാൻ. മിനിമോൾ ഹാപ്പി. ഇപ്പൊ തന്നെ വീടാണ് കേട്ടോ, കാരണം ഷൂ നനഞ്ഞിരിക്കുക. നമുക്ക് യൂസ്ലി പോണ്ടേ ഒരുമിച്ച്. That's the plan, bro. അയ്യോ വിശക്കുന്നു. ഗൈസ്, അങ്ങനെ മിനിമോൾ സക്സസ്ഫുള്ളി സർപ്രൈസ് ആയി. ഇനി നമ്മള് ഹ്യൂസ്റ്റണിൽ പോയി ബാക്കി ചേച്ചിനെയും ചേട്ടാനെയും പിള്ളേരെയും സർപ്രൈസ് ചെയ്യണം. ബൈ, ഞങ്ങൾ പോയി കഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ നേരെ എയർപോർട്ടിൽ പോവാം. ആൻഡ് അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ ഹ്യൂസ്റ്റണിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി ഉള്ളവരെ നമുക്ക് സർപ്രൈസ് ചെയ്യാം. ഫ്ലൈറ്റ് ഈസ് ഓൺ ടൈം ഗൈസ്. ആദ്യം ഡിലേഡ് എന്നൊക്കെ പറഞ്ഞു വന്നു, പക്ഷേ ഓൺ ടൈമാണ്. അകത്തേക്ക് കയറി വന്നാൽ മതി. സോ ഗൈസ്, നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയി. 1.5 മണിക്കൂർ ഡിലേഡാണ്. കറക്റ്റ് ടൈമിലായിരുന്നെങ്കിൽ നമുക്ക് ന്യൂ ഇയേഴ്സ് ലാൻഡിൽ ആഘോഷിക്കാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഡിലേ ആയ സ്ഥിതിക്ക് നമ്മൾ എയറിലായിരിക്കും ന്യൂ ഇയേഴ്സ് ആഘോഷിക്കുന്നത്. വിൻഡോ സീറ്റ് അടുത്ത വർഷം അനിന ഫുൾ എയറിലായിരിക്കും ഗൈസ്. സീംസ് ലൈക്ക് ഇറ്റ്. ആദ്യമായിട്ടാണ് ഞാൻ എയറിൽ ന്യൂ ഇയേഴ്സ് ആഘോഷിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ചിലർ ഈ ഫയർ വർക്ക്സ് ഒക്കെ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കാണാം. ഇത് ഹാപ്പി ന്യൂ ഇയർ അല്ല, ഹാപ്പി ന്യൂ ഇയർ. Oh, that's a good one. So like Abin says, it's Happy New Year. Cut. Cut da. There's anyone in the lounge yet? Abin നോക്കാതെ നിൽക്കുക. ഫൈനലി ഞങ്ങളുടെ ഉറക്കം കളഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യുവാണ്. ഹ്യൂസ്റ്റണിലോട്ട് പോകാനുള്ള ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ്. ഫ്ലൈറ്റിൻ്റെ പല സീറ്റുകളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്നത്. ലാസ്റ്റ് ബെഞ്ചിൽ കോളേജിൽ ഇരുന്നിട്ടുണ്ട്. എത്തി, ഇവിടെ ഫ്ലൈറ്റ് തീർന്നു ഗൈസ്. ഞാൻ റിക്ലൈൻ ചെയ്തത് ഇവരുടെ ഭിത്തിയിലോട്ടാണ്. അനീന ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്താൽ ഇങ്ങനെ ഇരിക്കും. എനിവേ, ന്യൂ ഇയർ എയറിലായിരിക്കും. ദൈവം അനുഗ്രഹിച്ച് ഈ ഒരു വർഷം എയറിൽ നല്ല കാര്യങ്ങൾ മാത്രമേ വരാവുള്ളൂ എന്ന് ആഗ്രഹിക്കുന്നു. എയർ ഹോസ്റ്റസുമാരൊക്കെ തലേ സമയം ഒരു മിനിറ്റ് കൂടിയുണ്ട്, ന്യൂ ഇയർ ആവും. 12 മണിയായി, ന്യൂ ഇയർ ആയി. ഞങ്ങൾ പ്ലെയിനെ വെച്ച് ആഘോഷിച്ചു. ഹാപ്പി ന്യൂ ഇയർ. സോ
ഗൈസ് അബിൻ ഇങ്ങനെയാണ് വെളിയിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. ഇങ്ങനെ കണ്ട ജോക്കൂട്ടന് ഒട്ടും മനസ്സിലാകത്തില്ല ചേട്ടായി വിൽക്കാൻ വരുന്നത്. സോ ഞങ്ങൾ കുറച്ച് പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഹിം ഫുഡ്. ഇങ്ങനത്തെ അബിനെ കണ്ടാൽ ആരെങ്കിലും തിരിച്ചറിയോ? ആരാണ് നീ? ഞങ്ങൾ ഭയങ്കര പ്ലാൻ ചെയ്തേക്കുക. ഞാനും മമ്മി ആദ്യം ഇറങ്ങിപ്പോവും, പുറകെ അബിൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബിൻ ഈ തൂണയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാണ് സർപ്രൈസ് ചെയ്യാൻ. ചേട്ടാ ഇതുവരെ എത്തിയിട്ടില്ല. വി ആർ വെയിറ്റിംഗ്. ഞാൻ എടുക്കും. ഓക്കെ ചേട്ടാ നിങ്ങൾ Happy New Year. Thank you. Come on, welcome to Mustang. What? Ammi got $2. സോ ഗൈസ് നമ്മള് ജോക്കുട്ടനെ അങ്ങനെ സക്സസ്ഫുള്ളി സർപ്രൈസ് ചെയ്തു. ഇനി നമുക്ക് വീട്ടിൽ പോയി ചേച്ചിനെ സർപ്രൈസ് ചെയ്യാം. ഫസ്റ്റ് ടൈം ഇതാരാ? ഹായ്, ഗുഡ് മോർണിംഗ്. പാതിരാത്രി കേട്ടോ? അപ്പോൾ ഗൈസ് ടൂട്ട്സ് സക്സസ്ഫുള്ളി സർപ്രൈസ് ആയി. ആ വീഡിയോയിൽ അത്രയിൽ എനിക്ക് ഇടാൻ പറ്റിയുള്ളൂ ഡ്യൂ ടു സം റീസൺസ്. ബട്ട് എനിവേ ടോവി എല്ലാവരും സർപ്രൈസ് ആയി. ടെസ്സിയ ഏറ്റു വന്നു, ഇവൻ എഴുന്നേറ്റു. എന്നാ ഞങ്ങളിവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ചെറിയൊരു സ്മോളിൽ നിന്ന് തുടങ്ങുകയാണ്. ചെറിയൊരു സ്മോളിൽ തുടങ്ങുകയാണ്. യെസ് യെസ്. ഓക്കെ, ചിയേഴ്സ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അവളെ വീഡിയോ കേട്ടാണ് അവളെ നോട്ടം മുഴുവൻ. ഗുഡ് മോർണിംഗ്. ഹായ്. പാൽ റെഡി ആയോ? ഓക്കെ, എടുത്തരാം. Good morning, guys. ഹാപ്പി ന്യൂ ഇയർ. Happy New Year. ഹാപ്പി ന്യൂ ഇയർ. സണ്ണിക്കുട്ട, അതെന്നാ സണ്ണിക്കുട്ട? ഇതെന്നാ? അതെന്നാ സണ്ണിക്കുട്ട? അയ്യോ, അത് ആരുടെ കാല? ചുമ്മാലയുടെ കാലാണത്. ഗുഡ് മോർണിംഗ്. ഹഗ് എടുത്തേ. ശരിക്കുട്ടു ഞാനാണോ? ആ ഡാഡയല്ല. അപ്പൊ ആരത്? ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞോ? ഹേ ഗായ്സ്. ഓക്കെ, അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരെയും ഷടപടന്ന് റെഡിയാക്കി പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. ആൻഡ് വി ആർ ഗോയിങ് ടു സാൻ അന്റോണിയോ. See you soon. Okay guys, we are all set. We are going to San Antonio. Yay! House full. Okay, bye. Hi, Tanikutta. Hi. So guys, നമ്മളിപ്പം ബക്കീസിലാണ്. ബക്കീസിൽ വന്നേക്കുക. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ലഞ്ച് എന്തെങ്കിലും കഴിക്കണം, വണ്ടിക്ക് ഗ്യാസൊക്കെ അടിക്കണം, അങ്ങനെ പരിപാടികൾ. പല ടൈപ്പ് ഓഫ് ബീഫ് ജെർക്കീസ്. സോ ഗൈസ്, ഞങ്ങൾ ബക്കീസിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചു. ഐ ഗോട്ട് സ്ലൈസ്ഡ് ബ്രിസ്ക്കറ്റ്. സ്ലൈസ്ഡ് ബ്രിസ്ക്കറ്റ്. ജോക്കുട്ടൻ മേടിച്ചേ? ചോപ്ഡ് ബ്രിസ്ക്കറ്റ് മേടിച്ചു. അഭിനന്ദ മേടിച്ചേ?
ഞാൻ പുൾഡ് പോർക്ക്. അബിൻ പുൾഡ് പോർക്ക്. അങ്ങനെ പലരും പല ഫുഡൊക്കെയാണ് മേടിച്ച് പക്കീസിന്റെ ഫ്രണ്ടിൽ തന്നെ കഴിക്കുകയാണ് അല്ലേ ടോവി? സോ ഗൈസ് ഞങ്ങള് ഡ്രൈവിംഗ് ഒക്കെ സ്വിച്ച് ചെയ്തു. ജോക്കുട്ടൻ ഈസ് ഡ്രൈവിംഗ് നൗ. അപ്പോൾ ഞങ്ങൾ ബക്കീസിൽ പോയി ഒരു സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചു. ഇറ്റ്സ് സോ ഗുഡ്. വയറൊക്കെ നിറഞ്ഞു. ഹാപ്പി. സണ്ണിക്കുട്ടി ഈസ് ഈറ്റിംഗ് a cookie. And Tutu is eating her sandwich. Okay. And now we are on our way to the Airbnb. സോ ഗൈസ് അങ്ങനെ ഞങ്ങളിപ്പം എയർബിഎൻബിയിലെത്തി. ടെസിയയും പിള്ളേരൊക്കെ ഊഞ്ഞാലാടുക. ദിസ് ഇസ് അവർ എയർബിഎൻബി ഫോർ ദ നെക്സ്റ്റ് 3 days. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. അപ്പോൾ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മളിനിയിപ്പം ചെന്നൊന്ന് ഫ്രഷനപ്പൊക്കെ ആയിട്ട് റിവർ വാക്കിൻ്റെ അങ്ങോട്ട് പോകാമെന്നാണ് നമ്മളിന്ന് ആലോചിച്ചിരിക്കുന്നത്. റെഡിയായി വരുവാണ്. പിള്ളേരൊക്കെ ഉള്ളതാണ് നമ്മളിങ്ങനെ ഇച്ചിരി എല്ലാം സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ റിവർ വാക്കിൻ്റെ അവിടെ പോയി ചുമ്മാ അതിലൊന്നും നടക്കാം. 60 something തണുപ്പായിരിക്കും എന്ന് ഓർത്ത്. പക്ഷേ ഇറ്റ്സ് വെരി നൈസ് ഔട്ട്സൈഡ്. നല്ലൊരു വെതറാണ്. അപ്പോൾ അതാണ് പ്ലാൻ. ഇവിടെ ഇപ്പം നെയ്ബർഹുഡൊക്കെ ഇവിടെ ക്രിസ്മസ് ലൈറ്റ്സും പിള്ളേർക്ക് അതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. നമ്മളങ്ങനെ സാൻ അന്റോണിയോ ഡൗൺ ടൗണിൽ എത്തിയിരിക്കുന്നു, റിവർ വാക്കിൻ്റെ അവിടെ. നമ്മൾ ഇവിടുത്തെ റിവർ വാക്കിൽ കൂടെ ഇങ്ങനെ നടക്കുക. ഇവിടെ നമ്മളിങ്ങനത്തെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. പിള്ളേരെ കൊണ്ട് വരുന്നവർ ശ്രദ്ധിക്കുക. ഇവിടെ അങ്ങനെ റെയിലിംഗ് ഒന്നുമില്ല. പിള്ളേർ വെള്ളത്തിൽ വീഴും. വെരി ഈസിയാണ്. പിന്നെ ബോട്ടിങ്ങിന് ഇവിടെ ഒടുക്കത്തെ ലൈനാണ്. ഓവർ ഹൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓവർ ഹൈറ്റാണെന്ന് തോന്നുന്നു. സോ ലൈക്ക് ഐ സെഡ് ഇവിടെയൊക്കെ സൂക്ഷിക്കുക. പിള്ളേരെ കൊണ്ട് വരുമ്പോൾ വീഴാൻ നല്ല ചാൻസസ് ഉണ്ട്. നമ്മളിപ്പോ എവിടെയാ? റിവർ വാക്ക്, സാൻ അന്റോണിയോ. ഓക്കെ, ഇഷ്ടമായി ഇവിടെ വന്നിട്ട്? ഒത്തിരി ലൈറ്റ്സ് ഒക്കെ കണ്ടോ? യെസ്, മര്യാദ. യെസ്, ഇയാൾക്ക് റൂം വന്നേ. ഓക്കെ സോ ഗൈസ്, ഞങ്ങൾ അപ്പോൾ ഇതിൽ നടന്നൊരു റൗണ്ടൊക്കെ ഇട്ടു. ഇറ്റ് വാസ് എ ഗുഡ് വാക്ക്. ഇനിഷ്യലി വി തോട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി കോൾഡ്, ബട്ട് ഇറ്റ് വാസൻറ്റ്. നല്ല ടെമ്പറേച്ചർ ആയിരുന്നു. സോ ഞാൻ എൻ്റെ സ്വെറ്ററൊക്കെ ഊരി. ഇവിടെ ക്രിസ്മസിൻ്റെ ആ ഒരു തിരക്കൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും നോക്കാൻ പോവാം. ഡിന്നർ ആൻഡ് ഗോ ഹോം ബിക്കോസ് കിഡ്സ് ആർ സ്ലീപ്പിംഗ്. ആൻഡ് വി ആർ ബാക്ക് ഹോം. റിവർ വാക്കിലൊക്കെ പോയി എല്ലാവരും ഫുഡ് കഴിക്കുക. പിള്ളേരൊക്കെ ഫുഡ് കഴിക്കുവാണ്. സോ വി ഗോണ ഗോ ഈറ്റ് ഡിന്നർ, സ്ലീപ്പ് ആൻഡ് സീ വേൾഡ് ടുമോറോ. ഗൈസ്, ടോവി ഞാനും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും ഏക്കാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ, ഇന്നാണ് നമ്മൾ സാൻ അന്റോണിയോ സീ വേൾഡിൽ പോകാൻ പോകുന്നത്. നമ്മളെവിടെയാണ് പോകുന്നത്? സീ വേൾഡ്. എല്ലാവരും എഴുന്നേക്കാൻ വെയിറ്റ് ചെയ്യുക. We had a good sleep. ചിക്ക് 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 ചിക്ക്. ആടെ സണ്ണിക്കുട്ടൻ കിറിയല്ലേ ഇത്? സണ്ണിക്കുട്ടൻ, അയ്യോ എന്റെ നല്ല എന്തേ. സണ്ണിക്കുട്ടൻ മുഖമൊക്കെ തുടച്ചു, ക്ലീനായി. നമ്മളിനി എവിടെ പോവാ? കാണാൻ. യെസ്, ഞങ്ങൾ ഇനി സീ വേൾഡിൽ പോവാ. എല്ലാവരും റെഡിയായി ഇറങ്ങി. നമ്മൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് ഇവിടെ ഒരു 15 minutes അല്ല, 12 minutes ഉള്ളൂ ഡ്രൈവ്. അതുകൊണ്ട് പിള്ളേരൊക്കെ റെഡിയാക്കി, ഓൾ സെറ്റ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി എക്സ്പ്ലോർ ചെയ്തായിരിക്കും. സോ ഞാനും പപ്പായും മമ്മിയും പണ്ട് ഞങ്ങൾ ഒർലാൻഡോയിലെ സീ വേൾഡിൽ പോയതാണ്. സോ ഐ കൈൻഡ് ഓഫ് ഹാവ് ആൻ ഐഡിയ. പക്ഷെ പിള്ളേരുടെ ഫസ്റ്റ് ടൈം. അപ്പോൾ എനിക്ക് മോർ ഓഫ് അവരുടെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടി, ലൈക്ക് അവർ എൻജോയ് ചെയ്യുന്ന കാണാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്.
Closer to the, So guys, this is the villa for the parking. up closer. ഗായ്സ്, ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ്. ഇവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന പാർക്കിംഗ്. ഞങ്ങളവിടെ വണ്ടി ഇട്ടു ആൻഡ് വി ഹാവ് ടു വാക്ക്. സോ പ്രിറ്റി മച്ച് അവർ പറയുന്നത് ഇത് VIP പാർക്കിംഗ്. VIP പാർക്കിംഗുകാർക്ക് ഒരു ഷെയ്ഡൊക്കെ കിട്ടും. നമ്മൾ സാധാ ജനറൽ പാർക്കിംഗ് ഇത്ര വ്യത്യാസമേ ഉള്ളൂ. ജനറൽ പാർക്കിംഗ്, VIP പാർക്കിംഗ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുക. സാൻ ആന്റോണിയോയിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ലിറ്റിൽ ഡിഫറെൻറ്റ് കമ്പയർഡ് ടു ഒർലാൻഡോ. ബിക്കോസ് ഞങ്ങൾ ഒർലാൻഡോ പോയപ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് റിയലി റിമെമ്പർ. ഓടുക്കത്തെ വേല, ഭയങ്കര വെയിലും ചൂടുവാ. ഞങ്ങൾ പൊതുപ്പം കൊണ്ടൊക്കെ മൂടി. It's busy as usual, as you can see. Abid is in the back, the stroller. അവര് പോയിട്ട് stroller ഒക്കെ റെന്റ് എടുത്തു. Let's go. Everybody say hi. നമ്മളിപ്പം അണ്ടർ വാട്ടറിൻ്റെ വ്യൂവിങ്ങിന് പോവുക. ഇതിൽ നടന്ന് നമുക്ക് വെള്ളത്തിൻ്റെ അടി കാണാം. ഡോൾഫിൻസ് ഡാൻസ് കളിക്കുന്ന കണ്ടു, വേൽനെ കണ്ടു. ടെസ്സിയ, you liked it? Yes. ടെസ്സിയ സന്നെ കൂടെ ഒത്തിരി എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത ഞങ്ങൾ ഓർക്ക ഷോയ്ക്ക് പോവാം. ഓർക്ക എന്ന് പറഞ്ഞൊരു മീനുണ്ട്, അതിൻ്റെ ഷോയ്ക്ക് പോവാം. ¡Viva Monterrey! സോ ഗായ്സ്, അങ്ങനെ ഓർക്ക ഷോ ഒക്കെ കണ്ടു. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ട് ചെന്നാണ്. ഞങ്ങൾക്ക് അത്ര നല്ല സീറ്റിംഗ് ഒന്നും അല്ല കിട്ടിയ. അപ്പം എല്ലാവരും മമ്മിയൊക്കെ ഇവിടെ ഇരിക്കും. എല്ലാവരും മടുത്തു. വിത്ത് ദ കിഡ്സ് അഗെയിൻ ഇറ്റ്സ് ഹാർഡ്. ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ നിറച്ച് കുറേ ആൾക്കാർ. ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നാൽ ആദ്യം വലിയ തിരക്കില്ലായിരുന്നു. ലൈനൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഔത്ത് കയറി. അപ്പോൾ നൗ ഇറ്റ്സ് പാക്ഡ് ഇൻ ഹിയർ. ഹേ ഗായ്സ്, അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വയറൊക്കെ നിറഞ്ഞാൽ എല്ലാവരും ഹാപ്പിയായി. ഇനി ഇവിടെ റൈഡുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ സോനിക്കൂടെ നിനക്ക് കയറണോ റൈഡിൽ? കേറണ്ട, ഞങ്ങൾ പേടിച്ചു പോയി. സോ ഇതാണ് ആ റൈഡ്. അങ്ങ് പൊങ്ങി ആകാശത്തോട്ട് പോകും. ഇവരാരൊക്കെ പോകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇനി ഞാൻ പോത്തില്ല. Let's go.
Dada and Tessia getting ready for the first roller coaster of Asia. Yes. ഈ സാധനത്തിൽ ഇപ്പം ജോക്കോട്ടനും ചെസ്സിയായും കയറി അവരോട് ചോദിക്കാം അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടോ. ഞങ്ങൾ വീട്ടിലെടുക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി. Let's ask. ടെസ്സിക്ക് ഇഷ്ടമായോ ഇത്? എങ്ങനെയാ പോയേ? ടെസ്സി ചിരിച്ചോ കരഞ്ഞോ? പക്ഷെ ഇഷ്ടായിരുന്നോ? ഇതാണ് ടെസ്സിയ പോയ സാധനം. ഈ സാധനത്തിൽ ഞാൻ പോലും കയറിയല്ല. ബട്ട് ടെസ്സിയ വിൽ. യെസ്. Alright, bye. ഇവിടെ ഇപ്പോൾ ഒരു പരേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ക്രിസ്മസ് പരേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. സോ പിള്ളേർ എല്ലാവരും ഒക്കെ നിലത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇവിടെ. ഞങ്ങൾ ഒന്നോടെയും ഓർക്ക ഷോയ്ക്ക് വന്നു. പോയി എവറിബഡി ടയേർഡ്. ഇപ്പം ഞങ്ങൾ എല്ലാവരും സെറ്റിൽ ആവുകയാണ്. പിള്ളേരൊക്കെ വണ്ടിയിരുന്നു. നമ്മൾ ഇനി അടുത്ത അലാമോ എന്നൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട്, അവിടെ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ദെൻ ഡ്രൈവിംഗ് ബാക്ക് ടു ഹ്യൂസ്റ്റൺ. ചെറിയൊരു ചേഞ്ച് ഓഫ് പ്ലാൻ വന്നു. ഞങ്ങൾ മറ്റേ അലാമോ പോകാതെ നാച്ചുറൽ ബ്രിഡ്ജ് ക്യാവൻസി വന്നേക്കുക. ദിസ് ഇസ് ഇൻ സാൻ അന്റോണിയോ. ഐ തിങ്ക് ഓസ്റ്റിനിലോട്ട് പോകുന്ന റൂട്ടിലാണെന്ന് തോന്നുന്നു. ഞാൻ മാപ്പ് എക്സാക്റ്റ് അറിയത്തില്ല, നമ്മൾ മാപ്പ് ഇട്ടാണ് വരുന്നത്. എനിവേ, അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇനി നമ്മൾ ഗൈഡിനെ മീറ്റ് ചെയ്യാൻ അവിടെ പോയി നിൽക്കും. ഇൻ 5 minutes. നമ്മുടെ 12 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പം അതിൻ്റെ 5 മിനിറ്റ് മുമ്പ് നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്യണം. എന്നാൽ നമ്മുടെ ഗൈഡ് വരും. അപ്പം നമ്മളിവിടെ വന്ന് നമ്മുടെ ഗൈഡ് ഇതാണ്. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ പോവാം. ഈ കുഴിയിൽ നിന്നാണ് ഈ മനുഷ്യൻ ഇറങ്ങി വന്നത്. നമ്മളിപ്പം ഇത് അടിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഇങ്ങനെ അവരവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അത്രയും കാണാൻ പാടാം. ഇനി നമ്മൾ ഇതിലിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോവാം. ചെറിയ ഹ്യൂമിഡിറ്റി ഉണ്ട്. Otherwise you can walk. ഇതിലെ പോവാം. അതെ, ഇല്ലെങ്കിൽ അതിൽ കയറേണ്ടാത്തവർക്ക് ഇതിലെ നടന്നു പോകാം. It's called Bad Belt Assistant Transit. Okay. Guys, ഞങ്ങൾ ഇതിലെ കയറി ഈ സാധനത്തിൽ കയറി പോകുകയാണ്. ഹായ് ജോക്കോട്ടൻസ്. ജോവിനൊക്കെ ഉണ്ട്. അവർ ഫോൺ എടുക്കലെന്നാണ് പറഞ്ഞല്ലോ ഇതിൽ. പക്ഷേ ഓബിയസ്ലി ഞാൻ എൻ്റെ ഫോൺ എടുത്തു. അത്രയും ഡിസ്റ്റൻസ് ആണ് ഗൈസ് ഞങ്ങൾ കയറി വന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വെളിയിലിറങ്ങി. ജെസിയ നമ്മൾ എവിടെ ജെസിയ പോയേ? കേവ്സ് കാണാൻ. ഞങ്ങൾ വെളിയിലിറങ്ങി. ഗൈസ് ജെസിയക്ക് ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പനും മോളും കൂടെ.
കയറിയോ? Yes. ടെസിയാണോ? ടെസിയ അത് ക്ലൈംബർ ആണോ? കഴിക്കേ ഹൈഫൈ. ടെസ്സി എന്നാ ടെസ്സി ചെയ്തേ? Climb ചെയ്തു. ടെസ്സി മിടുക്കിയായിട്ട് എല്ലാം ക്ലൈംബ് ചെയ്തു. റോക്ക് ക്ലൈംബിങ് ചെയ്തു, സിപ്പ് ലൈനിങ് ചെയ്തു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം പയ്യെ ഇവിടെ നിന്ന് നേരെ ഹ്യൂസ്റ്റണിലോട്ട് പോവാ. 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഇപ്പം സമയം 3:30 ആവാറായി. സോ രാത്രി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ തിരിച്ചെത്തണം. ഓക്കെ ബൈ എന്ന് പറഞ്ഞാൽ എല്ലാവരും Bye. Poop, poop. ഗായ്സ്, ജോക്കൂട്ടനും അബിനും ഞാനും ഇവിടെ ഇന്ന് കഴിക്കാൻ വന്നേക്കുവാണ്. ഇറ്റ്സ് ചൈനീസ് റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇങ്ങനെ കുറേ കടകളും ഇവരുടെ തന്നെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇവിടെ 2 പേര് ഇരുന്ന് മെനു പഠിക്കുകയാണ്. മെനു പഠിക്കുന്ന ജോക്കൂട്ടൻ. സോ ഗൈസ്, ഞങ്ങളുടെ ആദ്യത്തെ ഫുഡാണ്. എന്തായിരുന്നു? സ്പൈസി ക്രിസ്പി ചിക്കൻ. ഞങ്ങളുടെ ആദ്യത്തെ ഫുഡ് ഇതാണ്. ക്യൂമിൻ ബീഫ് ആൻഡ് ചൗമീൻ വിത്ത് pork, shrimp and chicken. സോ ഞങ്ങൾ സാക്കി മേടിച്ചു ആൻഡ് ഇറ്റ്സ് പ്ലം ഫ്ലേവർ. ആൻഡ് നമുക്കിങ്ങനെ 2 ഷോർട്ട് ഗ്ലാസ്. സക്സസ്ഫുള്ളി നമ്മൾ ഫുഡുകളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. കുറച്ച് മുളകും കുറച്ച് ബീഫ് മിച്ചം വന്നോളും. എല്ലാവരും ഫുൾ അഞ്ഞ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമ കാണാൻ പോയതാ. സർവം മായ. ഓക്കെ, സർവം മായ ഞങ്ങൾ കാണാൻ പോവാണ്. ജോക്കൂട്ടൻ ഉറങ്ങുമോ എന്ന് ഓർത്തൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ ലക്സി ജോക്കൂട്ടൻ ഉറങ്ങുവാണെങ്കിൽ അതെ അതെ ഉറക്കാതിരിക്കുവാണെങ്കിൽ സിനിമ ഹിറ്റ്. ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ സിനിമയൊക്കെ കണ്ടു, ഫുഡൊക്കെ കഴിച്ചു, ചൈനീസ് ഫുഡ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ബാർബിക്യൂ കഴിക്കാൻ പോകാമെന്നായിരുന്നു പ്ലാൻ. ബട്ട് ചേഞ്ച് ഓഫ് പ്ലാൻസ് ബിക്കോസ് ചേച്ചി ഈസ് മേക്കിംഗ് പാൽക്കപ്പ. നമ്മൾ സാൻ ആന്റോണിയോ അല്ലേ പോയത്? നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഞങ്ങൾ പാൽക്കപ്പയൊക്കെ കഴിക്കാൻ പോകണം. അതാണ് ഇന്ന് ഹോംലി ഫുഡ്. ആൻഡ് ദെൻ ടുനൈറ്റ് അബിൻ ആൻഡ് ഐ വിൽ ഫ്ലൈ ബാക്ക്. മമ്മി, അടുത്ത ഉള്ളിയാണോ തക്കാളിയാണോ പറഞ്ഞാ മതി. ഏതാ? മറ്റേ കോൾഗേറ്റ് ആണോ? അബിൻ ഇവിടെ ഭയങ്കര കുക്കിംഗ് ആണ്. എന്താണ് അബിൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്? ജിഞ്ചറും ഗാർലിക് ഇട്ടിട്ട് പിന്നെയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും അല്ലേ? അബിൻ എന്താണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്? പോർക്ക് ബെല്ലി എന്ന് അബിൻ ചുമ്മാ പറഞ്ഞതാണ്. എന്താണ് ടൂട്ട്സ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്? മീൻകറി ഉണ്ടാക്കുന്നത്. ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. മകരമാസം പറക്കും. ഒരു ഡയലോഗ് ഉണ്ട്, കുടുംബത്തിൽ കുറെ നാളായിട്ട് ഓടുന്നുണ്ട് ഈ ഒരു ഡയലോഗ്. സുരേഷിന് പറഞ്ഞ് മകരമാസം പറക്കും. ഒരു മിനിറ്റ്, തവി ഇച്ചിരി മാറ്റി വെക്കട്ടാ. ലോ ഫ്ലെയിം ആക്കിയില്ല അല്ലേ? മോശം ഫൗളാണേ. പാവം ബോറടിച്ചെടുക്കുന്ന കൊച്ച്. അവിടെ ബബിൾസ് കളിക്കുന്ന ജോക്കുട്ടനും പിള്ളേര്. ചേച്ചിയുടെ മക ഫിഷ് കറി, പാൽക്കപ്പ, നങ്ക് ഫ്രൈ. സോ ഗൈസ്, അങ്ങനെ ഹ്യൂസ്റ്റണിൽ നിന്ന് പോകുകയാണ്. സാൻ ആന്റോണിയോ ഒക്കെ പോയി. Everybody had fun. അപ്പം see you guys next time. Bye.